ഉണ്ണി പറഞ്ഞ കഥ. അകലങ്ങളിലൊഴുകുന്ന നിറം ചാലിച്ച മേഘങ്ങൾ വെളുപ്പും നീലയും കലർന്ന് അവ രൂപങ്ങളാകുന്നു. ചുവപ്പിൻ്റെ ഭേദങ്ങളിൽ അവയ്ക്ക് ഭാവങ്ങളുണ്ടാകുന്നു. പഴങ്കഥയിലെ രാജകുമാരനും അവൻ സ്നേഹിച്ച രാജകുമാരിയും അവളെ തട്ടിയെടുത്ത മന്ത്രവാദിയും എല്ലാം ആ രൂപങ്ങളിലുണ്ട്. താഴെ നിരന്നു നീങ്ങുന്ന പനമ്പു നിറച്ച കാളവണ്ടികൾ, കൽച്ചിയിള് വിരിച്ച പാതയിൽ മരച്ചക്രങ്ങൾ ഉരയുമ്പോഴുള്ള കടകട ശബ്ദം, അതിൻ്റെ താളം. എപ്പോഴോ അവയ്ക്കൊപ്പം ചിലമ്പിപ്പോയ എൻ്റെ തേങ്ങൽ. കീറിമുറിച്ച കടലാസു തുണ്ടുപോലെ എല്ലാം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. എങ്കിലും പറയട്ടെ, ഞാൻ ഉണ്ണി. കടന്നുപോയ വർഷങ്ങളിൽ കൂടി പുറകോട്ട് സഞ്ചരിച്ചാൽ അകലെയൊരു ഗ്രാമത്തിലെ 5 വയസ്സുകാരൻ. എൻ്റെ ഗ്രാമത്തിന് ഏറെ ഭംഗിയുണ്ട് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിലതു കാണാൻ കഴിയാത്ത വിധം എൻ്റെ കണ്ണുകളിൽ ഇരുട്ടായിരുന്നു. വിശപ്പും ഭയവും കലർന്ന ഇരുട്ട്. നാട്ടിൽ ഭംഗിയുള്ള ഉത്സവങ്ങളും അവിടെ തിളങ്ങുന്ന കളിപ്പാട്ടങ്ങളുമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പഴവും പപ്പടവും പായസവുമുള്ള ഓണസദ്യ, കണിക്കൊന്നയും കൈനീട്ടവുമായി ഒരുങ്ങുന്ന വിഷുപ്പുലരി, എല്ലാം കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പരിചയമുള്ളത് എൻ്റെ അമ്മ പറഞ്ഞ കഥകളാണ്. പനി വന്നാൽ മരുന്നിന് കാശില്ലാതെ തൊടിയിലെ തുളസിയിലയരച്ച് നെറ്റിയിലിട്ട് തരുന്ന അമ്മയുടെ ഉമ്മകളാണ്. ഒന്നും ചെയ്യാനില്ലാത്ത ശനിയാഴ്ചകളിൽ ചെങ്കൽമടയിലെ മുയൽക്കുഞ്ഞുങ്ങളെയും കശുമാവിൻ തോപ്പിലെ കുഞ്ഞിക്കിളികളെയും നോക്കി ഞാനിരിക്കും. അവയുടെ ശബ്ദം, ചലനം എല്ലാം എനിക്കുള്ളതാണ്. കുറേ കഴിയുമ്പോൾ അമ്മ വിളിക്കും. എനിക്ക് വിശക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായിരിക്കണം. കുഴിഞ്ഞ കോപ്പയിലെ കഞ്ഞിവെള്ളം തവി കൊണ്ടിളക്കി ചൂടാറ്റുകയാവും അമ്മ. തവി ഉയരുമ്പോൾ അതിൽ വറ്റുണ്ടോ എന്ന് ഞാൻ നോക്കും. ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ആ വെള്ളം തന്നെ അയൽവീട്ടിൽ നിന്നായിരിക്കും. രാത്രി കവലയിലെ പീടികയിൽ നിന്ന് അച്ഛൻ വരുമ്പോൾ പലഹാരം കൊണ്ടുവരുമെന്ന് അമ്മ ആശ്വസിപ്പിക്കും. ഒടുവിൽ രാത്രിയിലെ വൈകിയ യാമങ്ങളിൽ ആടിക്കുഴഞ്ഞെത്തുന്ന അച്ഛൻ്റെ ശൂന്യമായ കൈകൾ കണ്ട് ഞാൻ വിങ്ങിപ്പൊട്ടും. അച്ഛൻ്റെ പീടികയുടെ അടുത്ത് ഒരു ഷാപ്പുണ്ട്. അച്ഛൻ മിക്കവാറും അവിടെ തന്നെയാണ്. മുത്തിയമ്മയുടെ ഭക്ഷണം ചായക്കടയിലാണ്. അച്ഛൻ്റെ അമ്മയാണ് മുത്തിയമ്മ. മുത്തിയമ്മയ്ക്ക് എന്നെയും അമ്മയെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ. ചായക്കടയിലെ ഭക്ഷണവും കഴിഞ്ഞ് മുത്തിയമ്മ അച്ഛൻ്റെ കടയിൽ ചെന്ന് ഏഷണി കൂട്ടും. അമ്മയെ തല്ലുകൊള്ളിക്കാനുള്ള പുറപ്പാടാണ്. മുത്തിയമ്മയുടെ നുണകൾ കേട്ട് രാത്രി കുടിച്ച് ലക്കില്ലാതെ എത്തുന്ന അച്ഛൻ അമ്മയെ തല്ലും. അച്ഛൻ്റെ അരയിൽ കറുത്ത തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു സൈക്കിൾ ചെയിനുണ്ട്. അത് പുളഞ്ഞ് ദേഹത്ത് വീഴുമ്പോൾ അമ്മ കരയും, വേദനയോടെ പിടയും. അത് കാണുന്നത് മുത്തിയമ്മയ്ക്കൊരു രസമാണ്. അവിടെ മുഖത്ത് തിളച്ച വെള്ളം കോരി ഒഴിക്കടാ, മുത്തിയമ്മ പറയും. അച്ഛനെ തടയാൻ ചെന്ന ഈ 5 വയസ്സുകാരനും കിട്ടിയിട്ടുണ്ട് ഏറെ തല്ല്.
ഒരു ദിവസം തീരെ താങ്ങാനാകാതെ വന്നപ്പോൾ എന്നെയും എടുത്ത് കിണറ്റിൽ ചാടാനൊരുങ്ങിയ അമ്മയെ നാട്ടുകാരാണ് പിടിച്ചുമാറ്റിയത്. അമ്മ മോഹാലസ്യപ്പെട്ട് വീണു. കുറേ കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മേ, നമ്മൾ ഇനിയും കിണറ്റിൽ ചാടി മരിക്കാൻ പോവാണോ? അമ്മ എന്നെ വാരിയെടുത്ത് പൊട്ടിക്കരഞ്ഞു. ഇല്ല മോനെ, അമ്മ ഒരിക്കലും ഇനി അത് ചെയ്യില്ല. അച്ഛൻ നേരെയാവും, എന്നെയും മോനെയും നോക്കും. പക്ഷേ അച്ഛൻ നേരെയായില്ല, ഞങ്ങളെ നോക്കിയതുമില്ല. വീടിൻ്റെ മുൻവശത്തെ ഇറയത്ത് ഒരു തിണ്ണയുണ്ട്. അതിൻ്റെ മൂലയിൽ എന്നെ ഇരുത്തി മുമ്പിൽ അമ്മയിരിക്കും. കലിയേറ്റ് വരുന്ന അച്ഛൻ അവിടെയിട്ട് അമ്മയെ ചവിട്ടും. എനിക്ക് ചവിട്ടേൽക്കാതിരിക്കാനാണ് അമ്മ എന്നെ മുക്കിലിരുത്തുന്നത്. അച്ഛൻ്റെ കലിയടങ്ങുമ്പോൾ പാവം അമ്മ എന്നെയും കെട്ടിപ്പിടിച്ച് കരയും. ആ തേങ്ങലായിരുന്നു എന്നും എനിക്കുള്ള താരാട്ടുപാട്ട്. ഞായറാഴ്ചകളെ എനിക്ക് ഭയമായിരുന്നു. അന്ന് അച്ഛൻ വീട്ടിലുണ്ടാകും, ഞാനും അമ്മയും അടുക്കളയിൽ പതുങ്ങും. ഒരു ഞായറാഴ്ച മുത്തിയമ്മയും അച്ഛനും കൂടി അമ്മയുടെ താലിമാല പൊട്ടിച്ചെടുത്തു. മുത്തിയമ്മയുടെ ചികിത്സയ്ക്കാണത്രേ. മുത്തിയമ്മയുടെ കാലിൽ പുഴുക്കടി പോലെ ഒരു വ്രണമുണ്ട്. അത് ചികിത്സിച്ച് ഭേദമാക്കാനെന്ന് പറഞ്ഞാണ് എൻ്റെയും അമ്മയുടെയും ആഭരണങ്ങളെല്ലാം വിറ്റത്. ചികിത്സയ്ക്ക് മുത്തിയമ്മ ആശുപത്രിയിൽ പോകില്ല. വിറ്റുകിട്ടുന്ന കാശിൽ കുറേ മുത്തിയമ്മ എടുക്കും, ബാക്കി അച്ഛൻ ചാരായം കുടിക്കും. അതാണ് പതിവ്. അന്നും അച്ഛനും മുത്തിയമ്മയും കൂടി ഇറങ്ങിപ്പോയി. പിറകുവശത്തെ നടക്കല്ലിലിരുന്ന് എന്തൊക്കെയോ പറഞ്ഞ് കരയുകയാണ് അമ്മ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അമ്മയ്ക്ക് വിശപ്പില്ല. വിശപ്പ് മറക്കാൻ അമ്മ പഠിച്ചിരുന്നു. ഞാൻ കരയാൻ തുടങ്ങി. വിശപ്പടക്കാൻ ഇവിടെ ഒന്നുമില്ലെന്ന് അമ്മയെപ്പോലെ എനിക്കുമറിയാം. അതോർക്കും തോറും എൻ്റെ കരച്ചിൽ ഉച്ചത്തിലായി. സഹികെട്ടപ്പോൾ മുറ്റമടിക്കുന്ന ചൂലിൽ നിന്ന് കുറേ ഈർക്കിൽ വലിച്ചെടുത്ത് എല്ലാ സങ്കടവും തീരും വരെ അമ്മ എന്നെ തല്ലി. ഒടുവിൽ അയലത്തെ നേത്യാരമ്മൂമ്മയോട് കടം വാങ്ങിയ അരിയും വെച്ച് മുളക് ചമ്മന്തിയും അരച്ച് എൻ്റെ അടുത്തെത്തിയ അമ്മ കണ്ടത് എൻ്റെ ശരീരത്തിൽ തിണർത്ത ഈർക്കിൽപ്പാടുകളാണ്. ആ നെഞ്ച് പിടഞ്ഞിരിക്കും. വാ മോനെ, അച്ഛൻ വരുന്നതിന് മുമ്പേ അമ്മ കോരിത്തരാം. സ്പൂണിൽ കോരിയെടുത്ത കഞ്ഞി വായിൽ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആരെയോ ചീത്ത വിളിച്ചുകൊണ്ട് വരുന്ന അച്ഛൻ്റെ ശബ്ദം കേട്ടു. അമ്മ ഒരു കൈയിൽ എന്നെയും മറുകൈയിൽ കഞ്ഞിപ്പാത്രവും എടുത്ത് അടുത്ത പറമ്പിലേക്ക് ഓടി. അല്ലെങ്കിൽ അതെല്ലാം അച്ഛൻ തട്ടിത്തെറിപ്പിക്കുമെന്ന് അമ്മയ്ക്കറിയാം. ആ പറമ്പിലിരുന്ന് അമ്മ എനിക്ക് കഞ്ഞി കോരി തന്നു. ഇടയ്ക്കുള്ള മുളകിൻ്റെ എരിവ് എനിക്ക് പരിചിതമായിരുന്നു. വീട്ടിൽ എന്തൊക്കെയോ തകർന്നുടയുന്ന ശബ്ദം കേട്ട് അമ്മ എഴുന്നേറ്റ് വീട്ടിലേക്ക് ഓടി. അകത്ത് കലത്തിലിരുന്ന കുറച്ച് കഞ്ഞി മുറ്റത്ത് ചിതറി വീണത് ഞാൻ കണ്ടു. കഷ്ടം, അമ്മ ഇന്നും പട്ടിണി. എൻ്റെ പാത്രത്തിൽ അവശേഷിച്ച കഞ്ഞി കാക്ക കൊത്താതെ ഞാൻ സൂക്ഷിച്ചു. അമ്മയ്ക്ക് ബാക്കി ഇതേയുള്ളൂ. അമ്മയുടെ കരച്ചിൽ കേട്ട് കഞ്ഞിപ്പാത്രവും എടുത്ത് ഞാനും ഓടിച്ചെന്നു. അച്ഛൻ അമ്മയെ മുടിക്കുത്തിന് പിടിച്ച് വട്ടം കറക്കുന്നു. മുഖത്ത് ചോര പൊടിഞ്ഞിട്ടുണ്ട്. അച്ഛൻ അമ്മയുടെ വായിലേക്ക് കമിഴ്ത്താൻ ഒരുങ്ങുന്നത് അലമാരയ്ക്കകത്തിരുന്ന വിഷക്കുപ്പിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അച്ഛൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നെ കുടഞ്ഞു തെറിപ്പിച്ച് കുപ്പിയും താഴെ എറിഞ്ഞുകൊണ്ട് അച്ഛൻ ഇറങ്ങിപ്പോയി. അമ്മ തേങ്ങിക്കരയുകയായിരുന്നു. അമ്മേ, ദാ കഞ്ഞി.
ഞാൻ കഞ്ഞിപ്പാത്രമെടുത്ത് അമ്മയുടെ അടുത്ത് കൊണ്ടുവച്ചു. പക്ഷെ അത് കഴിക്കാൻ അമ്മയ്ക്ക് വിശപ്പില്ലായിരുന്നു. അമ്മ തളർന്നുറങ്ങി. പാവം അമ്മ. എന്തൊക്കെ ചെയ്താലും അമ്മയ്ക്ക് അച്ഛനോട് പിണക്കമില്ല. മോനെ, അച്ഛനെ വെറുക്കരുത്. നമ്മളല്ലാതെ അച്ഛനാരുമില്ല. അമ്മ പറയും. മഞ്ഞു മാസങ്ങളിൽ വലിവ് വന്ന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന അച്ഛനെ അമ്മ രാപ്പകലില്ലാതെ ശുശ്രൂഷിക്കും. എല്ലാം നേരെയാവും. അമ്മ ആശ്വസിക്കും. മുകളിലൂടെ ഒഴുകുന്ന മേഘങ്ങളെ നോക്കി ഞാൻ ഉമ്മറത്തിണയിലിരുന്നു. മഴക്കാറ് വന്നു മൂടി. മേഘങ്ങളിൽ രൂപങ്ങൾ വ്യക്തമല്ലാതായി. വഴിയിൽ കാളവണ്ടികളുമില്ല. എനിക്ക് വിരസത തോന്നി. കയ്യിലൊരു കന്നാസുമായി വന്ന പാപ്പേട്ടൻ എന്നെ കണ്ട് ചിരിച്ചു. വരവ് കണ്ടാലറിയാം, പടിഞ്ഞാറേ മടയിലേക്കാണ്. പാപ്പേട്ടനെ നിങ്ങൾക്കറിയില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലെ ചാരായം വാറ്റുകാരനാണ് പാപ്പേട്ടൻ. അയാളുടെ വലത് കൈയിൽ 4 വിരലേയുള്ളൂ. എല്ലാവരും പറയും പാപ്പേട്ടനാണ് എൻ്റെ അച്ഛനെ നശിപ്പിക്കുന്നതെന്ന്. ഷാപ്പിലെ കൂടാതെ പാപ്പേട്ടൻ്റെയും സ്ഥിരം പറ്റുകാരനാണത്രേ അച്ഛൻ. പടിഞ്ഞാറേ മടയിൽ പോകുമ്പോൾ ഞാനും കണ്ടിട്ടുണ്ട് അയാൾ ചാരായ കന്നാസ് കുഴിച്ചിടുന്നത്. ഇടയ്ക്ക് പോലീസ് ഓടിക്കും. അപ്പോൾ അയാൾ ഒളിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ ചോദിച്ചാൽ ഉവെന്നോ ഇല്ലെന്നോ ഞാൻ പറയാറില്ല. ശരിക്കു പറഞ്ഞാൽ അച്ഛൻ അമ്മയെ തല്ലുന്നത് പോലെ പോലീസുകാർ അയാളെ തല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും ഞാൻ ചൂണ്ടിക്കൊടുക്കാറില്ല. അയാൾ പറയും, നന്നായി മോനെ, കണ്ടിരുന്നെങ്കിൽ അവരെന്നെ തല്ലി കൊന്നേനെ. മാസത്തിലൊരിക്കൽ അപ്പൂപ്പൻ വരും, അമ്മയുടെ അച്ഛൻ. അപ്പൂപ്പനോട് അമ്മ പറയും, സുഖാണ്. അതുകേട്ട് അപ്പൂപ്പൻ നെടുവീർപ്പെടും. ആദ്യമൊക്കെ എല്ലാ വിവരവും ഞാൻ അപ്പൂപ്പനോട് പറയുമായിരുന്നു. പിന്നീട് അമ്മ പറഞ്ഞു, എന്തിനാ ഉണ്ണി അവരെ കൂടി വിഷമിപ്പിക്കുന്നത്? മോനൊന്നും പറയണ്ട. പിന്നെ ഞാനും പറയും, സുഖാണ്. അന്ന് ഞങ്ങൾ അപ്പൂപ്പൻ്റെ വീട്ടിൽ പോകും. അമ്മൂമ്മയുടെ അടുത്ത് അമ്മ പൊട്ടിക്കരയും. അപ്പൂപ്പൻ എന്നെയും കൂട്ടി നടക്കാനിറങ്ങും. പറയാൻ ഒത്തിരി കഥകളുമുണ്ടാകും. തിരികെ എത്തുമ്പോഴേക്കും അമ്മാവന്മാരും കുട്ടികളും വന്നിട്ടുണ്ടാകും. പുതിയ കളിപ്പാട്ടങ്ങളും പലഹാരങ്ങളുമായി അമ്മാവന്മാരുടെ മടിയിലിരുന്ന് കൊഞ്ചുന്ന അവരെ കണ്ണിമയ്ക്കാതെ ഞാൻ നോക്കി നിൽക്കും. അതിൽ നിന്നെല്ലാം ഒരു പങ്ക് അവർ വെച്ചു നീട്ടും. പക്ഷെ അതെല്ലാം പിണക്കമില്ലാതെ നിരസിക്കുകയാണ് ഞാൻ ചെയ്യാറ്. എന്നിട്ട് എല്ലാവരിൽ നിന്നും മാറി ഏതെങ്കിലും ഇരുട്ടിൽ പതുങ്ങി നിൽക്കും. അപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകും. മനസ്സിൽ അച്ഛൻ്റെ ചോരക്കണ്ണുകളും കണ്ണീരൊഴുകുന്ന അമ്മയുടെ മുഖവുമായിരിക്കും. എന്തേ എനിക്ക് മാത്രമില്ലാതെ പോയി? കളിപ്പാട്ടങ്ങളും മിഠായി പൊതിയുമായി മടിയിലിരുത്തി കൊഞ്ചിക്കാൻ സ്നേഹമുള്ള ഒരച്ഛൻ എനിക്ക് മാത്രം. ഉണങ്ങാത്ത മുറിപ്പാട് പോലെ ആ ചോദ്യം ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്. ഇരുട്ടിൽ ആരുമറിയാതെ ഇന്നും എൻ്റെ കണ്ണുകൾ നിറയുന്നു, ചുണ്ടുകൾ വിതുമ്പുന്നു. എന്തേ എനിക്ക് മാത്രം? ഇതാണ് എൻ്റെ കഥ. ഇത്തരം കഥകൾ ഇതിനു മുമ്പും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പലരും പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ടാകാം. പക്ഷേ ഇത് എൻ്റെ കഥയാണ്. അച്ഛൻ്റെ ഇടറിയ കാലടികളും അമ്മയുടെ തേങ്ങലും ഓർത്ത് സ്വയം വിങ്ങിപ്പോയ എന്നിലെ 5 വയസ്സുകാരൻ്റെ കഥ. ഉണ്ണി പറഞ്ഞ കഥ. രചന, അവതരണം വിനോ വർഗീസ്, കോട്ടയ്ക്കൽ.